ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SND ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു കുഞ്ഞൻ ആംപ്ലിഫയർ ആണ്. കുഞ്ഞനെന്ന് പറയാൻ പറ്റത്തില്ല, ആൾ ചെറുതാണെങ്കിലും നല്ല സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒരു 50+50 വാട്ട്സും വരുന്ന ഒരു ക്ലാസ് ഡി സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതുപോലെ ഒരു ചെറിയ ബോക്സിലാണ് ഈ ഒരു കുഞ്ഞൻ ആംപ്ലിഫയർ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഇത് ഒരു ചൈനീസ് പ്രോഡക്റ്റാണ്. ഗോൾഡ് A502 എന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വലുപ്പമേ വരുന്നുള്ളൂ. വളരെ ചെറുതാണ്. ഒരു 6 സെൻറ്റിമീറ്റർ ഇല്ല, 6 സെൻറ്റിമീറ്ററിനടുത്ത് ഇതിൻ്റെ ഒരു സൈസ് വരുന്നുള്ളൂ. വളരെ ചെറിയതാണ്. പക്ഷേ ഇതിൽ നമുക്കൊരു 50 വാട്ട്സ് വെച്ച് പെർ ചാനൽ കിട്ടും. ഒരു 50 വാട്ട്സ് വെച്ച് നല്ല വാട്ട്സ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു 10 സെക്കൻഡ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. 8 വോൾട്ട് DC മുതൽ 24 വോൾട്ട് വരെയാണ് ഇവർ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് ലെഫ്റ്റും റൈറ്റും 2 സ്പീക്കറുകൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇതെല്ലാം സ്ക്രൂ ആണ്. നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് സോൾഡറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്ക്രൂ ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെയോ അല്ലെങ്കിൽ 12 മുതൽ അല്ലെങ്കിൽ 8 മുതൽ 24-നുള്ളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു അഡാപ്റ്റർ, DC അഡാപ്റ്റർ നമുക്ക് ഇതിൽ കൊടുക്കാം. ഒരു 2 ആംപിയർ ഒക്കെ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. 2 അല്ലെങ്കിൽ 3 ആംപിയർ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൽ ഒരു റോട്ടറി ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്, ഒരു വോളിയം കൺട്രോൾ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമുക്കിത് USB-യോ അല്ലെങ്കിൽ നമുക്ക് ഈ മെമ്മറി കാർഡോ ഒക്കെ നമുക്ക് ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇട്ട് നമുക്ക് പ്ലേ ചെയ്യാം. പക്ഷേ ഇതിൽ നമുക്ക് അതൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമോട്ട് കൺട്രോൾ വഴിയോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൽ എങ്ങനെയാണോ പ്ലേ ആകുന്നത് അതനുസരിച്ച് ഓർഡർ അനുസരിച്ച് മാത്രമേ പ്ലേ ആവുകയുള്ളൂ. പിന്നെ നോബൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് ഇമ്പോർട്ടഡ് നോബാണ്. പിന്നെ ഇതിൽ ഓക്സ് ഇൻപുട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓക്സ് ഔട്ട്പുട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ വഴി കൊടുക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫംഗ്ഷൻ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ സോങ്ങുകൾ മാറ്റാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂടൂത്ത് തന്നെയാണ്. പിന്നെ അനൗൺസ്മെൻ്റ് ഉള്ള ഒരു ടൈപ്പാണിത്. നമ്മുടെ പഴയ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളിലൊക്കെ വരുന്ന പോലെ തന്നെ അനൗൺസ്മെൻ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. കാരണം ചെറിയൊരു വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് നമ്മുടെ റൂമിലൊക്കെ അല്ലെങ്കിൽ വണ്ടിയിൽ, പ്രത്യേകിച്ച് നമുക്ക് ഈ വാഹനങ്ങളിലൊക്കെ ഓട്ടോറിക്ഷയിലും അതേപോലുള്ള ഗുഡ്സ് വണ്ടികളിലൊക്കെ നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകും. കാരണം ചെറിയ പ്രൈസ് ഇതിൽ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വീടിനകത്ത് നമുക്ക് നമ്മുടെ റൂമിലൊക്കെ ആണെങ്കിൽ പോലും ഇത് കൊടുത്തിട്ട് ഒരു ബുക്ക് ഷെൽഫ് ബോക്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. നല്ല പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, ചെറിയൊരു പ്രോഡക്റ്റാണ് ഫ്രണ്ട്സ്. നമുക്കപ്പോൾ ഈ ഒരു കുഞ്ഞൻ ആംപ്ലിഫയറിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അഡാപ്റ്റർ എന്ന് പറയുന്നത് ഒരു 12 വോൾട്ട് ഒരു 3 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റിനും റൈറ്റിനുമായിട്ട് 2 സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 50 വാട്ട്സ് കിട്ടുന്ന സ്പീക്കറാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഒരു സോങ് ഇട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അധിക നേരം നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 സെക്കൻഡ് നമുക്കൊരു സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പള്ളിമുക്കിനുള്ള സെൻറ് മേരീസ് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്താം. ഗുഡ് ബൈ.